Good morning to all. Ratio analysis in the problem എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുക ഇതാണ്. From the following details of Pioneer Limited, calculate current liabilities, second one current assets, liquid assets and working capital. Current ratio 1.6:1, quick ratio 1.1:1, stock 50,000. നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത് കറണ്ട് ലയബിലിറ്റീസ്, കറണ്ട് അസറ്റ്, ക്വിക്ക് അസറ്റ്, വർക്കിംഗ് ക്യാപിറ്റലാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ഇതൊക്കെയാണ്. കറണ്ട് റേഷ്യോ 1.6:1, ക്വിക്ക് റേഷ്യോ 1.1:1, സ്റ്റോക്ക് 50,000. അന്നേരം ഈ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കുകയല്ലേ, കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അതിന് കിട്ടുന്ന ആൻസറാണ് തന്നിരിക്കുന്നത്. ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്വിക്ക് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് തന്നിരിക്കുന്നത്. സ്റ്റോക്ക് 50,000 ആണ്. സ്റ്റോക്ക് മാത്രമേ നമുക്കിവിടെ എമൗണ്ട് ആയിട്ട് തന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിച്ച് വേണം ഇതെല്ലാം കണ്ടുപിടിക്കാൻ. ഈ ക്വസ്റ്റനിൽ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് 1.6:1 ആണ്. 1.6:1 അല്ലേ? എന്ന് വെച്ചാൽ കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റിയാണ്. കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ എന്തായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1.6:1 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് 1.6ഉം കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. എന്ന് വെച്ചാൽ 1.6 ഡിവൈഡ് ബൈ 1 ഇങ്ങനെയായിരിക്കും വരുന്നത്. ശ്രദ്ധിക്കുക, കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1.6:1 ആണ്. ഇതെന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റിയാണ്. അത് നമ്മൾ എഴുതുവാണെങ്കിൽ 1.6 ഡിവൈഡ് ബൈ 1 ആയിട്ട് വരും. എന്ന് വെച്ചാൽ കറണ്ട് അസറ്റ്സ് 1.6ഉം കറണ്ട് ലയബിലിറ്റി 1ഉം ആയിട്ട് വരും. ഇനി പിന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ക്വിക്ക് റേഷ്യോ ആണ്. ക്വിക്ക് റേഷ്യോ തന്നിരിക്കുന്നത് 1.1:1 ആണ്. 1.1:1 എന്ന് വെച്ചാൽ ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ക്വിക്ക് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റിയാണ്. ക്വിക്ക് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റിയാണ്. നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ വരും? 1.1 ഡിവൈഡ് ബൈ 1 എന്ന് വെച്ചാൽ ക്വിക്ക് അസറ്റ് 1.1ഉം കറണ്ട് ലയബിലിറ്റി 1ഉം ആണ്. ക്വിക്ക് അസറ്റ് 1.1ഉം കറണ്ട് ലയബിലിറ്റി 1ഉം ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് അല്ലേ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് എന്താ? 1.6 ആണ്. നമ്മളിവിടെ കണ്ടുപിടിച്ചു കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 1.6 ആണ്. കറണ്ട് ലയബിലിറ്റി അതുപോലെ ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത് 1.1 ആണ്. കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. നമ്മളിവിടെ എഴുതി കറണ്ട് അസറ്റ്സ് 1.6, ക്വിക്ക് അസറ്റ് 1.1, കറണ്ട് ലയബിലിറ്റി 1 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റിന് തന്നിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലേ, സ്റ്റോക്ക് 50,000 എന്ന് പറഞ്ഞ് മാത്രമേ തന്നിട്ടുള്ളൂ. എമൗണ്ട് എന്ന് പറയുന്നത് സ്റ്റോക്കാണ്. അപ്പോൾ ഈ സ്റ്റോക്കും ഈ കറണ്ട് അസറ്റ്, ക്വിക്ക് അസറ്റ് ഇവ തമ്മിലുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ശ്രദ്ധിക്കുക, സ്റ്റോക്കും ഈ കറണ്ട് അസറ്റോ ക്വിക്ക് അസറ്റോ കറണ്ട് ലയബിലിറ്റിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ആ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം സ്റ്റോക്കും ക്വിക്ക് അസറ്റും അല്ലെങ്കിൽ കറണ്ട് അസറ്റൊക്കെ തമ്മിലുള്ളൊരു ഇക്വേഷൻ വരുന്നുണ്ടെന്ന് വെച്ചാൽ ക്വിക്ക് അസറ്റ് കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ നോക്കുക. ക്വിക്ക് അസറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? കറണ്ട് അസറ്റ്സ് മൈനസ് സ്റ്റോക്കാണ്. ക്വിക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് സ്റ്റോക്കാണ്. നേരത്തെ നിങ്ങളോട് കറണ്ട് റേഷ്യോ പഠിപ്പിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വിക്ക് അസറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, കറണ്ട് അസറ്റ്സ് മൈനസ് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുക, ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1.1 ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് എത്രയാണ്? 1.6 മൈനസ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ പ്രകാരം എന്ന് വെച്ചാൽ ക്വിക്ക് അസറ്റ് 1.1ഉം കറണ്ട് അസറ്റ് 1.6ഉം ആണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എങ്ങനെ സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? 1.6 മൈനസ് 1.1 അല്ലേ? എന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. 1.6 മൈനസ് 1.1 ദാറ്റ് ഈസ് 0.5 എന്ന് വെച്ചാൽ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ അറിയാവുന്ന ഐറ്റം കൊടുത്തിട്ട് അറിയത്തില്ലാത്ത ഐറ്റം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് 0.5 കിട്ടും. ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് 0.5 കിട്ടി. സ്റ്റോക്ക് 0.5 കിട്ടി. സ്റ്റോക്കിൻ്റെ എമൗണ്ട് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ എമൗണ്ട് എത്രയാണ്? 50,000. അപ്പോൾ സ്റ്റോക്കിൻ്റെ റേഷ്യോ 0.5 ആണ്. സ്റ്റോക്കിൻ്റെ എമൗണ്ട് 50,000 ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് ഐറ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ നോക്കുക, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റ് കണ്ടുപിടിക്കണം. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.6 ആണ്. കറണ്ട് അസറ്റിൻ്റെ റേഷ്യോ 1.6 ആണ്. അപ്പോൾ നമ്മൾ എഴുതുക കറണ്ട് അസറ്റ് അതിൻ്റെ റേഷ്യോ 1.6 എന്ന് പറഞ്ഞ് എഴുതുക. കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൻ്റെ എമൗണ്ടാണ്. അറിയാവുന്ന എമൗണ്ട് സ്റ്റോക്കിൻ്റെ എമൗണ്ടാണ്. അത് എഴുതുക 50,000 ഇൻറ്റു
നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഷ്യോ ഏതാ? കറണ്ട് അസറ്റിൻ്റെ റേഷ്യോ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? 1.6 അല്ലേ? അപ്പോൾ അതിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, അതിന് ഇൻറ്റു ചെയ്യണം. 1.6 ഡിവൈഡഡ് ബൈ ഈ 50,000ത്തിൻ്റെ റേഷ്യോ. 50,000 എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ റേഷ്യോ എത്രയാണ്? 0.5 ആണ്. അത് നമ്മൾ ഡിവൈഡ് ചെയ്യണം, 0.5. അപ്പോൾ ഇത് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ 1,60,000 എന്ന് പറഞ്ഞ് കിട്ടും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നോക്കുക, കറണ്ട് അസറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് അസറ്റിൻ്റെ റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. 1.6 എന്ന് കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ ഈ 1.6 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ രണ്ട് ഇൻഫോർമേഷൻ വെച്ചുകൊണ്ടാണ്, സ്റ്റോക്ക് എന്ന് പറയുന്ന ഈ ഐറ്റം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൻ്റെ എമൗണ്ട് മാത്രമുള്ള 50,000 നമ്മളിവിടെ എഴുതുക. 50,000 ഇൻറ്റു കണ്ടുപിടിക്കേണ്ട റേഷ്യോ. ഇപ്പം കറണ്ട് അസറ്റല്ലേ കണ്ടുപിടിക്കേണ്ടത്, അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. വെച്ചാൽ കണ്ടുപിടിക്കേണ്ട റേഷ്യോ ആയ കറണ്ട് അസറ്റിൻ്റെ 1.6നെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ ഈ 50,000 ഇല്ലേ സ്റ്റോക്കിൻ്റെ റേഷ്യോ എത്രയാണെന്ന് നോക്കുക. അത് 0.5 ആണ്. അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും 1,60,000 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ കറണ്ട് അസറ്റിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ കറണ്ട് അസറ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി അടുത്ത് നമ്മൾ നോക്കുക കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കുക. കറണ്ട് ലയബിലിറ്റിയുടെ റേഷ്യോ എത്രയാണ്? 1 ആണ്. അപ്പം കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞ് 1 എഴുതുക, കണ്ടുപിടിക്കാം. സ്റ്റോക്ക് എഴുതുക, തന്നിരിക്കുന്ന എമൗണ്ട് സ്റ്റോക്കാണ്, സ്റ്റോക്ക് എഴുതുക. 50,000 എഴുതി. 50,000 ഇൻറ്റു കറണ്ട് ലയബിലിറ്റീസിൻ്റെ റേഷ്യോ എത്രയാണ്? 1 അല്ലേ? കണ്ടുപിടിക്കേണ്ട റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യണം. 1 ഡിവൈഡഡ് ബൈ സ്റ്റോക്കിൻ്റെ റേഷ്യോ എത്രയാണ്? 0.5 എന്ന് വെച്ചാൽ നോക്കുക, കറണ്ട് ലയബിലിറ്റീസാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ റേഷ്യോ 1 ആണ്. അത് കണ്ടുപിടിക്കേണ്ടത് 50,000 ഇൻറ്റു കണ്ടുപിടിക്കേണ്ട റേഷ്യോ 1 ഡിവൈഡ് ബൈ ഈ സ്റ്റോക്കിൻ്റെ റേഷ്യോ 0.5, ദാറ്റ് ഈസ് നമുക്ക് 1,00,000 കിട്ടി. അപ്പോൾ നമ്മൾ കറണ്ട് അസറ്റിൻ്റെയും കണ്ടുപിടിച്ചു, കറണ്ട് ലയബിലിറ്റീസിൻ്റെയും കണ്ടുപിടിച്ചു. ഇനി എന്ത് കണ്ടുപിടിക്കണം? ക്യുക്ക് അസറ്റ് കണ്ടുപിടിക്കണം അല്ലേ? ക്യുക്ക് അസറ്റ്സ് ഓർ ലിക്വിഡ് അസറ്റാണ്. ക്വസ്റ്റിന് ലിക്വിഡ് അസറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ക്യുക്ക് അസറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. നമ്മളതെങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ക്യുക്ക് അസറ്റിൻ്റെ റേഷ്യോ എത്രയാണ്? ക്യുക്ക് അസറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1.1 ആണ്. ക്യുക്ക് അസറ്റിൻ്റെ റേഷ്യോ 1.1 ആണ്. 1.1 അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്ക് 50,000 തന്നിരിക്കുന്നത് 50,000 ആണ്. 50,000 ഇൻറ്റു 1.1 അല്ലേ? 1.1 ഡിവൈഡഡ് ബൈ 50,000 റേഷ്യോ 0.5 ആണ്. കണ്ടുപിടിക്കേണ്ട ഐറ്റം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, തന്നിരിക്കുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 50,000 ഇൻറ്റു 1.1 ഡിവൈഡ് ബൈ 0.5. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പം 1,10,000 ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? കറണ്ട് അസറ്റ് കിട്ടി, കറണ്ട് ലയബിലിറ്റീസ് കിട്ടി, ക്യുക്ക് അസറ്റ് കിട്ടി. ഇത് നമ്മളോട് ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കൊക്കെ അറിയാം. എന്താ? കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്കറിയാം കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ നോക്കുക. കറണ്ട് അസറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, 1,60,000 കണ്ടുപിടിച്ചു. കറണ്ട് ലയബിലിറ്റീസ് എത്രയാണ്? 1,00,000 അല്ലേ? നോക്കുക, കറണ്ട് അസറ്റ്സ് 1,60,000, കറണ്ട് ലയബിലിറ്റീസ് 1,00,000. അപ്പോൾ എന്തായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? 1,60,000 മൈനസ് 1,00,000 എന്ന് പറയുന്നത് എത്രയാണ്? 60,000. എത്ര ആൻസർ? 60,000. അപ്പം എന്തായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു, ഇപ്പം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് അസറ്റ്സ് 1,60,000 മൈനസ് കറണ്ട് ലയബിലിറ്റി 1,00,000, ദാറ്റ് ഈസ് 60,000. 1,60,000 മൈനസ് 1,00,000, ദാറ്റ് ഈസ് 60,000. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്.